ഇതാണ് സുധാമ. ഒരു വർഷം കഴിഞ്ഞാൽ 70 വയസ്സാവും. ഇപ്പോഴും ഫുൾ ടൈം ജോലി 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 എന്നൊരു ഫീൽ. അതായത് ആൾക്കാരെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ഒരു പ്രധാന ഒരു വിനോദം എന്നൊക്കെ പറയാം. കാരണം ഇത്രയും പ്രായമായിട്ടും എല്ലാ ദിവസവും കടലിൽ വരിക, ഉച്ചഭക്ഷണം തയ്യാറാക്കുക. ഇപ്പോൾ ഉച്ചഭക്ഷണമല്ല, ഇപ്പോൾ ഈവനിങ്ങും രാവിലെയൊക്കെ ഉണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാം ഉണ്ട്. തുടക്കം ബേക്കറി ആയിരുന്നു. അന്നോട്ട് 40 വർഷത്തോളമായി ഈ ഹോട്ടൽ ഫീൽഡിൽ, ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ മുന്നോട്ട് പോവുകയാണ്. അതായത് കുറഞ്ഞ പൈസയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അതിൽ ആൾക്കാരെ സംതൃപ്തി, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും കൂടുതൽ തള്ളി മറിക്കുന്നില്ല, അമ്മ എടുത്തു പോയിട്ട് അമ്മയുടെ കൂടുതൽ കഥ കേൾക്കാം. സുധാമ തൊട്ട് മുന്നേ കട നടത്തിയത് അന്തിയൂർകോണത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് അതിപ്പോൾ ഒരൊറ്റ മുറി കട. അത് ഉച്ചഭക്ഷണമാണ് നമ്മുടെ മെയിൻ ഐറ്റം. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, ഈവനിങ് ഒക്കെ ഫുഡ് ഉണ്ട്. ഇപ്പം അവിടെ ഉച്ചഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നു. അമ്മ എന്നാ ഉണ്ട്, തിരക്കിലാണോ? ഇവിടെ അത്ര തിരക്ക് വന്ന് തുടങ്ങിയില്ല. ഈ അവിടുത്തെ അന്തിയൂർകോണത്ത് അത്ര കച്ചവടം കൂടെ ആയില്ലേ? ആയിട്ടില്ല. അപ്പം എത്ര ഊണ് പോകുമ്പോൾ അവിടെ? ഇവിടെ 15-18 വരെ പോകും. ആ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആളുകൾ വരട്ടെ, തള്ളിക്കേറ്റുണ്ടാവട്ടെ. വേറെ എന്തൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കുക ഇങ്ങനെ? ഇന്നെന്തൊക്കെയാ സ്പെഷ്യല്? ഞാൻ ചിരിക്കാൻ നിൽക്കുന്നു. ആ ചിരിക്ക്. പായസം എന്നും ഉണ്ട് ഊണിന്റെ കൂടെ. പിന്നെ വറുത്ത മീനും. പായസം മാറും ഡെയിലി ഇങ്ങനെ? ആ മാറും. ഇന്നെന്താ അവിടെയോ? ഇന്നാടെ. അയ്യോ താങ്ക് യു. എല്ലാവരും കുടിച്ചോ? ഗംഭീരം. പിന്നെ ചോറിന് എന്തൊക്കെയുണ്ടാവും കറി? മീൻ കറി, സാമ്പാർ, രസം, പിന്നെ മോര്, തേങ്ങ അരച്ച മീൻ കറി, തേങ്ങ അരച്ച മീൻ കറി, സാമ്പാർ, രസം, പിന്നെ മോര് കാച്ചിയതാണ്. പുളിശ്ശേരിയായിട്ട് കൊടുക്കും. അതാ ഇഷ്ടം. ഇവിടെ ഉള്ളവർക്ക് മീൻ കറിയും പുളിശ്ശേരിയും മാത്രം മതി. പിന്നെ അവിയൽ തോരൻ അത് മസ്റ്റേ വേണം. തന്നെ പിന്നെ അച്ചാർ. മീൻ കറിയും പായസം കൂട്ടി ചോറിന് 60 രൂപ. 60 രൂപ. അത്രേ ഉള്ളൂ, 60 രൂപ. അല്ല മീനടക്കാണെങ്കിലോ? മീനടക്കെങ്കിൽ 90. 90 രൂപന്റെ പായസം കൂട്ടി പൊരിച്ച മീനും കൂട്ടി തേങ്ങ അരച്ച കറിയും കൂട്ടി കഴിക്കുക. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്ക്, ചിരിയും കാണാം അല്ലേ? ഇത് ഭയങ്കര പാഷനായി ഫുഡ് ഉണ്ടാക്കല്. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ തന്നെ ഞാനൊന്നും ജന്മന്റെ അടുക്കള കയറൂല, മടിയാ. ആരോഗ്യമുണ്ടോ ഇപ്പൊ 3 നേരമൊക്കെ നിൽക്കാൻ? പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഡിസ്ക് തേയ്മാനമാണ്, എല്ലായിടും തേയ്മാനമാണ്. പക്ഷെ ഭക്ഷണം കൊടുക്കണം. അതെല്ലാം ഭഗവാനെ വിട്ടിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ ക്രേസ് ഉള്ള ആള് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയാൽ കൊടുക്കുക അല്ലേ? മനസ്സറിഞ്ഞ് മതി എന്ന് പറയണം, അമ്മയെ മതി അല്ലേ? അത് കേൾക്കണം. അത് പറയും, മിക്ക ആൾക്കാരും പറയും, മക്കളും പറയും. മക്കളിപ്പം വിഷമിക്കില്ല. എന്ന് അമ്മയുടെ ഫുഡ് കഴിച്ചിട്ട് എത്ര നാളെ കടയിൽ വന്ന് കഴിക്കും പറയും. എത്ര ദിവസമായി നല്ല ഫുഡ് കഴിച്ചിട്ട്. അവർ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അമ്മ വെജ് അല്ലേ, നോൺ വെജ് കഴിക്കുന്നില്ലോ? നീ കഴിക്കുമോ? ഇല്ല ഇല്ല, ഞാൻ വെജാണ്. ഓംലെറ്റ് കഴിക്കില്ല? ഒന്നും കഴിക്കില്ല. പച്ചക്കറി. ഇതിന്റെ ഉപ്പ് നോക്കാനോ? ഇതിവിടെ ആരെങ്കിലും വരും, ഒന്നും ഇടൂല, നോക്കിയിട്ട് കഴിക്കാൻ കൊടുക്കും. കഴിക്കുന്നവർ പറയും. ആരെങ്കിലും വന്നാൽ അവരെ കൊണ്ട് നോക്കും. അപ്പൊ കറക്റ്റ്. കണക്കുണ്ടോ? തെറ്റൊന്നും? ഒരു കണക്കുണ്ട്. എനിക്ക് കൈ അളവാണ്, എടുത്തിട്ടാ കറക്റ്റായി. അച്ചാറ്, ഒരു സാമ്പാർ, രസം, പിന്നെ ഒരു തോരൻ, അവിയൽ, മീൻകറി, പിന്നെ മീൻ പൊരിച്ചത്. ഞാൻ കഷ്ണമീൻ കൊണ്ട് ചെമ്മീൻ 2 കഷ്ണം വെറുതെ എടുത്തു. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചോറിന് മീൻകറിയും മീൻ പൊരിച്ച അടക്കമാണ് 90 രൂപ. തിരുവനന്തപുരം ജില്ലയിലെ മലയങ്കീഴിൽ നിന്ന് ഉരുട്ടമ്പലം പോകുന്ന വഴിക്ക് മണിയറവിള ഹോസ്പിറ്റലിൻ്റെ പിൻസൈഡിലാണ് നമ്മുടെ ഹോട്ടൽ, അജാ ഹോട്ടൽ. എന്ന് വെച്ചാൽ ഫ്രണ്ട് റോഡ് സൈഡിലെ ബോർഡ് വെച്ചിട്ടുണ്ട്, അജാ ഹോട്ടൽ. വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഞാൻ ഗ്യാരണ്ടി, നല്ല ഉച്ചഭക്ഷണം. അതായത് ഭയങ്കര എണ്ണയും അതൊന്നും ചേർക്കാത്ത, മായങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിലെ ഫുഡ്. എത്രയായാലും ഈ പ്രായത്തിലും അധ്വാനിക്കാനുള്ള നമ്മുടെ മനസ്സ് സമ്മതിക്കണം. അതിനൊരു ബിഗ് സല്യൂട്ട്. എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.